ഹായ് എവരിവൺ. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലേക്ക് പോകാം, മറ്റൊരു സെഷനിലേക്ക് പോകാം. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ വർഷം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ അപ്രോപ്രിയേഷന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ കുറച്ച് തീരുമാനം എടുക്കാനായിട്ടുണ്ട്. ഡിവിഡൻഡ് എത്ര കൊടുക്കണം, റിസർവിൽ എത്ര രൂപ മാറ്റണം. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ബാലൻസ് ഷീറ്റിൽ റിസർവ് എമൗണ്ടിലേക്ക് മാറ്റുന്നതിന്റെ ഇഫക്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സർപ്ലസ് അക്കൗണ്ട് ബാലൻസ്, ആ എമൗണ്ട് വേണം റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്, പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു സർപ്ലസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സർപ്ലസ് ഓർ പി ആൻഡ് എൽ, സർപ്ലസ് പി ആൻഡ് എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ആക്ച്വലി. അപ്രോപ്രിയേഷനിലേക്ക് എങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്ന് നോക്കാം. Ascertain the amount of surplus account for the year ended 31st March 2025. The profit of Sunrise Limited before charging depreciation on fixed asset 9,20,000. അപ്പൊ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ട വരും, ടാക്സും കുറയ്ക്കേണ്ട വരും. ഡിപ്രീസിയേഷൻ 2 ലക്ഷം. ഇക്വിറ്റി ഷെയർസ് 4 ലക്ഷം ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ച് ഫുള്ളി പെയ്ഡ്. അപ്പൊ 40 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് അവിടെ പോകുന്നത്. 6% preference shares, 30,000 shares of rupees 100 fully paid. 30,000 ഷെയർ 100 രൂപ പ്രകാരം. അപ്പം 30 ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അവിടുത്തെ അവർക്ക് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 6%. ഇന്ററിം ഡിവിഡൻഡ് ഇക്വിറ്റിക്ക് 5% കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇക്വിറ്റിയുടെ 5% പറയുമ്പോൾ 40 ലക്ഷത്തിന്റെ 5% പറയുമ്പോൾ 2 ലക്ഷം രൂപ ഇന്ററിം ഡിവിഡൻഡ്. സർപ്ലസ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4 ലക്ഷം രൂപ. 5% കറന്റ് ഇയർ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ജനറൽസ്. അപ്പൊ നമുക്ക് കറന്റ് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കുറയ്ക്കാത്ത എമൗണ്ട് ആണ്, 9,20,000. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 2,00,000 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 7,20,000 വരും. അതിൽ നിന്ന് ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, അടുത്ത ഐറ്റം തന്നിരിക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 2,00,000 തന്നിട്ടുണ്ട്. അപ്പം 7,20,000 2,00,000 കുറയ്ക്കുമ്പോൾ 5,20,000. 5,00,000ന്റെ 5,20,000ന്റെ 5% എന്തായിട്ട് കൊടുക്കേണ്ടത്? ട്രാൻസ്ഫർ ടു റിസർവ് എന്നുള്ള രീതിയിൽ എമൗണ്ട് മാറ്റി വെക്കുന്നത്. Then paid preference shares dividend. ഈ ഐറ്റം നമുക്ക് തന്നില്ലെങ്കിലും അടുത്ത ഐറ്റത്തിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇക്വിറ്റി ഡിവിഡൻഡ് 10% കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആർക്ക് ഡിവിഡൻഡ് കൊടുത്തോണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തോണം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തരണമെന്ന് നിർബന്ധമില്ല. തന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാര്യം എന്താ, ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് കൊടുക്കുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അപ്പൊ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് എത്രയായിരിക്കും? 30,000 × 100 എന്ന് പറയുമ്പോൾ 30 ലക്ഷം രൂപയാണ്. 30 ലക്ഷം രൂപയുടെ 6% അതെന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. ഇത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തു. ഇക്വിറ്റിക്ക് ആണെങ്കിൽ അപ്പൊ എത്ര വരും? 4 ലക്ഷം. 40 ലക്ഷം രൂപയുടെ 10% എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ ജനറൽ റിസർവിലേക്ക് മാറ്റി വെച്ചതോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ ബേസ് ചെയ്തു. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ലോജിക് അപ്ലൈ ചെയ്യുവാന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം റിസർവിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്കും അത് കുറഞ്ഞു പോകുന്നതായിട്ടാണ്. നമുക്കിവിടെ ആദ്യം ഈ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ 9,20,000. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടിയിട്ടേ ഉള്ളൂ പ്ലസ് അപ്രോപ്രിയേഷൻ ഒക്കെ നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ കാൽക്കുലേഷനിലേക്ക് പോകാം. ദെൻ 2 ലാക്ക് കുറയ്ക്കുകയാണ്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടി. എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, 7,20,000. ടാക്സേഷൻ എമൗണ്ട് 2 ലാക്ക് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വർഷം ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7,20,000 മൈനസ് 2 ലാക്ക്, 5,20,000. ഇനി നമുക്കിവിടെ സർപ്ലസിന്റെ ഓപ്പണിംഗ് ബാലൻസ് അത് എത്ര തന്നിരിക്കുന്നു നോക്കി. സർപ്ലസ് ഓപ്പണിംഗ് ബാലൻസ് 4,50,000. ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാ? 5,20,000. നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിരിക്കുന്ന എത്രയാണ് എമൗണ്ട്? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ കൂട്ടി എഴുതുമ്പോഴും റിസർവിലേക്ക് മാറ്റുന്ന എമൗണ്ട് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. ഇത് ഈ 9,70,000 കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷം ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് വേണം റിസർവിലേക്കുള്ള എമൗണ്ട് മാറ്റാനായിട്ട്. അല്ലാതെ ടോട്ടൽ എടുത്ത് വെച്ചിട്ട് ചെയ്യരുത്, അത് തെറ്റാണ്. ഇനി ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഐറ്റംസ്. ഇന്ററിം ഡിവിഡൻഡ്. ഇവിടെ എത്ര ഇന്ററിം ഡിവിഡൻഡ് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന്റെ 5%, 40 ലക്ഷത്തിന്റെ 5%. 40 ലക്ഷത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് കാണിക്കാം. 5% ഓൺ 40 lakhs. അത് 2 lakh ആണ് വരുന്നത്. ട്രാൻസ്ഫർ ടു റിസർവ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5%. ഇവിടെ ഇങ്ങനെ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എന്ന് പറയണ്ട. ട്രാൻസ്ഫർ ടു റിസർവ് 5% പറഞ്ഞാൽ തന്നെ അത് ഇംപ്ലൈഡ് ആണ് ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പം 5% ഓൺ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞേ? 5,20,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് വരേണ്ടത്? 5,20,000 into 5 divided by 100, 26,000. ഇനി പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് 6% അല്ലേ? 6% ഓൺ അവരുടെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 30 lakhs ആണ്. 30,000 into 100, 30 lakhs. അപ്പൊ അത് എത്ര വരുന്നത്? 1,80,000 ആണ് വരേണ്ടത്. ഇനി ഇക്വിറ്റി ഡിവിഡൻഡ് 5%, സോറി 10%. എത്രയുടെ 10%? 10% ഓൺ 40 lakhs. അപ്പൊ 4 ലക്ഷം രൂപയാണ് അത് വരുന്നത്. എല്ലാം കൂടെ എത്ര വരും നോക്കിയേ? 2 lakh plus 26,000 plus 1,80,000 plus 4 lakh. Total amount is 8,06,000. അങ്ങനെയാണെങ്കിൽ സർപ്ലസ് ബാലൻസ് എത്രയായിരിക്കും? 9,70,000 minus 8,06,000, which is equal to 1,64,000. അപ്പൊ ഈ എമൗണ്ട് നമ്മള് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ സർപ്ലസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് കാണിക്കേണ്ട എമൗണ്ട് ഇതാണ്. അപ്പൊ ഇതൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന നോട്ട്സ് ടു അക്കൗണ്ട് തന്നെ വരും.
എന്നിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ആ ജനറൽ റിസർവിന്റെ കൂടെ ഈ എമൗണ്ട് കൂടെ കൂട്ടി കാണിച്ചോണം. ഇവിടെ റിസർവ് ഇവിടെ നിന്ന് സർപ്ലസ് എന്ന് പറഞ്ഞത് അവിടെ ജനറൽ റിസർവ് ആയിട്ട് കൂടും. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ശരിക്കും പറഞ്ഞാൽ സീറോ ഇഫക്റ്റ് ആണ്. ഒരിടത്ത് നിന്ന് പറഞ്ഞ് മറ്റിടത്ത് കൂടുമ്പോഴത്തേക്കും അവിടെ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അത് വളരെ കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കാവുന്നതാണ്. കുറച്ച് ലോജിക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലോജിക്കുകൾ എവിടേക്കായിരുന്നു? റിസർവിലേക്ക് മാറ്റിയപ്പോൾ കറണ്ട് ഇയറിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡും ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡൻഡും കാൽക്കുലേറ്റ് ചെയ്തത് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. കേട്ടല്ലോ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 4 lakh into 10 40 lakhs, 30,000 into 100 30 lakhs. അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എത്ര രൂപ അടച്ചു? ഇതിപ്പോ 8 രൂപ വരെ അടച്ചിട്ടുള്ളതാണെങ്കിൽ 4 lakh into 8 32 lakhs ആണ്. ഇവിടെ 80 ആയിരുന്നെങ്കിൽ 24 lakhs ആണ്. അപ്പൊ ആ എത്ര എമൗണ്ട് ആണ് ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത് അതിന് ആണ് റേറ്റ് വെച്ച് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. പലപ്പോഴും തെറ്റിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10%, 6% ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ 5,20,000 എടുത്തൊക്കെ ചെയ്യരുത്. അത് റിസർവ് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന ഒരു ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ ശരി, എന്നാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.